കഥ ആരംഭിക്കുന്നത് ഇന്തോനേഷ്യയിലെ ഒരു കടലോര ഗ്രാമത്തിലാണ്. കുട്ടികളെന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. ആ കൂട്ടത്തിൽ നിയാല എന്ന പെൺകുട്ടിയും ഫായിക്ക് എന്ന ഒരു പയ്യനുമുണ്ട്. നിയാലയും ഫായിക്കും തമ്മിൽ വലിയ സൗഹൃദമുണ്ടായിരുന്നു. അന്ന് കളിക്കാൻ കൂടാതെ നിയാല വീട്ടിലേക്ക് പോകുന്നത് കണ്ട് ഫായിക്ക് അവളുടെ അടുത്തെത്തി. അവളുടെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ട് അവൾ വിഷമത്തിലാണെന്ന് ഫായിക്കിനറിയാമായിരുന്നു. ഫായിക്ക് അവൾക്ക് പതിവ് പോലെ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നാണയ മിഠായികൾ നൽകി. അവളത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതും വാങ്ങി അവൾ വീട്ടിലേക്ക് പോവാൻ നേരമാണ് ആ ഗ്രാമത്തിലെ ഗ്രാമത്തലവനും സമ്പന്നനുമായ കോസ്മാസിന്റെ മകൻ റോജർ വന്നവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. ഫായിക്ക് അത് തടയാൻ ശ്രമിച്ചതും അവർ തമ്മിൽ അടിപിടിയായി. ഒടുവിൽ അവിടുത്തെ രണ്ട് സ്ത്രീകളും കോസ്മാസിന്റെ വലങ്കൈയായ കാര്യസ്ഥൻ ദദാങ്ങും വന്നായിരുന്നു കുട്ടികളെ പിടിച്ചുമാറ്റിയത്. അടിപിടിയിൽ ഫായിക്കിന്റെ കയ്യിൽ ചെറിയ മുറിവുണ്ടായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന മരുന്നെടുത്ത് അവൾ ഫായിക്കിന്റെ മുറിവിൽ വെച്ച് കെട്ടാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ സഹോദരൻ ഹെർമാൻ അങ്ങോട്ടേക്ക് ഓടി വന്നത്. ഉമ്മയുടെ അവസ്ഥ മോശമാണെന്ന് അവൻ പറഞ്ഞു. ഉടൻ ഫായിക്കും നിയാലയും വേഗം വീട്ടിലേക്കൂടി. അവളുടെ ഉമ്മ മരണത്തോട് മല്ലിട്ട് കിടക്കുകയായിരുന്നു. അയൽവാസിയും സ്നേഹിതയുമായ ഫായിക്കിന്റെ ഉമ്മയും നിയാലയുടെ വാപ്പയും മറ്റും അവരുടെ സമീപം തന്നുണ്ടായിരുന്നു. മരണപ്പെടുന്നതിനു മുമ്പ് അവർ മക്കളോട് ക്ഷമ ചോദിച്ചു. പിന്നാലെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവർ എത്തിച്ചേരണം എന്നും ഉപദേശിച്ചു. അധികം വൈകിയില്ല. അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഉമ്മയുടെ മരണം നിയാലയെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഒടുവിൽ അവരുടെ കബറടക്കം കഴിഞ്ഞു. വേദനയോടെ പ്രാർത്ഥിക്കാൻ അടുത്ത ദിവസം നിയാല ആ കബറിങ്ങിലെത്തി. ആ സമയമായിരുന്നു പള്ളിയിൽ വന്ന് മടങ്ങിപ്പോകുന്ന ഫായിക്ക് അവളെ കണ്ടത്. ഫായിക്ക് അവളുടെ അടുത്തെത്തി. വിഷമിച്ചിരിക്കുന്ന അവളെ സമാധാനിപ്പിക്കാനും ചിരിപ്പിക്കാനും അവനോരോ കോക്രി കാട്ടി. പക്ഷേ അവൾ ദുഃഖിച്ചിരിക്കുകയാണ്. ഫായിക്ക് പിന്നാലെ തന്റെ കയ്യിലുണ്ടായിരുന്ന മുസല്ല അഥവാ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന പരവതാനി അവൾക്ക് സമ്മാനമായി കൈമാറി. എന്നിട്ട് പറഞ്ഞു, നിയാല, സങ്കടപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാനും വല്ലാതെ വിഷമിക്കാറൊക്കെയുണ്ട്. എന്റെ വാപ്പ മരിച്ചപ്പോഴും ഞാൻ ഇതുപോലെയായിരുന്നു. എപ്പോഴും ഇവിടെ വരും, വാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ മുസല്ല നിനക്കുള്ളതാണ്. ഇത് നിനക്ക് ആശ്വാസമേകും. നിയാല അവനോട് നന്ദി പറഞ്ഞു. ഇതേസമയം മറുവശത്ത് കോസ്മസ് ആകട്ടെ തന്റെ മകൻ റോജറെ ഒരു ക്രൂരനാക്കി മാറ്റുന്ന തരത്തിൽ ഓരോ കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. അന്ന് ആ ചെറു കുട്ടിയെ കൊണ്ട് അയാൾ ഒരു ആടിന്റെ കഴുത്തറപ്പിച്ചു. അന്ന് അയാൾ മകനോട് പറഞ്ഞു, നമ്മൾ ഒരു മോശം ലോകത്താണ് ജീവിക്കുന്നത്. ധൈര്യവും സമ്പത്തും കരുത്തുമുള്ളവർക്ക് എന്തും നേടാൻ പറ്റൂ, അല്ലാത്തവർ ചതച്ചരയ്ക്കപ്പെടും. നിനക്കൊരു ചതച്ചരയ്ക്കപ്പെട്ടവനാവണോ? വേണ്ടെന്നാണല്ലോ ഏത് പയ്യനും പറയുക. തന്റെ അച്ഛന്റെ ആ ഭാവത്തിൽ ഭയന്ന് റോജറും പറഞ്ഞത് അത് തന്നെയായിരുന്നു. അവന്റെ ഉള്ളിലെ ക്രൂരതകൾക്ക് വിത്തുപാകപ്പെട്ടതും അവിടെ വെച്ചിട്ടാണ്. അധികം വൈകാതെ ഫായിക്കും കുടുംബവും ജക്കാർത്തയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. ആ വിവരമറിഞ്ഞതും നിയാല വല്ലാതെ ദുഃഖിതയായി. അന്ന് അവളുടെ വാപ്പ അവളുടെ അടുക്കൽ വന്നിരുന്ന് സംസാരിച്ചു. തന്റെ മകൾ എന്താണ് ദുഃഖിതയായിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നിനക്കും അവരോടൊപ്പം ജക്കാർത്തയിൽ പോകണോ, അവരുടെ കുടുംബത്തിനൊപ്പം നിന്ന് പഠിക്കണോ എന്ന് ആ പിതാവ് ചോദിച്ചു. നിയാലയ്ക്ക് അതിൽ സന്തോഷമേയുള്ളൂ. പക്ഷേ പിതാവിനെ ആര് നോക്കുമെന്നൊരു ആശങ്ക അവൾക്കുണ്ടായിരുന്നു. അവൾ വാപ്പയെ സംരക്ഷിച്ചോളാം എന്നും മരിക്കുന്നതിന് മുമ്പ് അവളുടെ ഉമ്മയ്ക്ക് വാക്കുകൊടുത്തതാണ്. പക്ഷേ പിതാവ് അവളെ ആശ്വസിപ്പിച്ചു. എന്നെ നോക്കാൻ മൂത്ത മകൻ ഹെർമാൻ അവിടെ ഉണ്ടല്ലോ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആ ദിവസം എത്തി. ഫായിക്കിന്റെ കുടുംബത്തിനൊപ്പം നിയാല ജക്കാർത്തയിലേക്ക് താമസം മാറ്റുകയാണ്. അവരുടെ വീട്ടിൽ നിന്നായിരിക്കും അവൾ ഇനി പഠിക്കുക. പിതാവിനോടും മറ്റും യാത്ര പറഞ്ഞ് അവൾ പുറപ്പെടാനിറങ്ങുമ്പോൾ മാറി നിന്ന് റോജർ വല്ലാത്തൊരു ഭാവത്തിൽ അത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. വൈകാതെ അവർ ജക്കാർത്തയിലെത്തി. ഒരേ സ്കൂളിലായിരുന്നു നിയാലയും ഫായിക്കും പഠിച്ചത്. അവർക്കിടയിലെ സൗഹൃദം ഗാഢമായി വളർന്നു വന്നു. പരസ്പരം തുണയായി എല്ലാ കാര്യത്തിലും അവരിരുവരും നിന്നിരുന്നു. വർഷങ്ങൾ പിന്നിട്ടു. ഇരുവരും ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയാണ്. നിയാല ഡോക്ടറാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫായിക്ക് ആകട്ടെ തന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരുന്നു. അന്നവർ ഭക്ഷണം കഴിച്ച് സംസാരിച്ചിരിക്കുമ്പോ ഫായിക്ക് നിയാലയോട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. നിയാലക്ക് വലിയ സന്തോഷമായി. എവിടെയാ? ജക്കാർത്തയിൽ. നീ പറഞ്ഞതിനാണോ എന്നവൾ ആവേശത്തോടെ ചോദിച്ചു. പക്ഷെ അവൻ അഡ്മിഷൻ കിട്ടിയത് കൈറോയിലായിരുന്നു. ഈജിപ്തിലെ കൈറോയിൽ. അത് കേട്ടതും പെട്ടെന്ന് അവളുടെ മുഖം മാറി. എന്തൊരു ദുഃഖം അവളുടെ മുഖത്ത് നിഴലിച്ചു. പഠിക്കാനായി അവൻ കൈറോയിലേക്ക് പോയാൽ പിരിഞ്ഞിരിക്കേണ്ടി വരുമെന്നൊരു ദുഃഖമാണത് എന്ന് വ്യക്തമാവുന്നുണ്ടായിരുന്നു. അത് മറച്ചു പിടിക്കാൻ അവൾ പരമാവധി കഷ്ടപ്പെട്ടു. കൈറോയിൽ പഠിക്കുക എന്നത് ഫായിക്കിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അതുകൊണ്ടുതന്നെ അത് വേണ്ടെന്ന് പറയാൻ അവൾക്ക് പറ്റുമായിരുന്നുമില്ല. ഫായിക്കിനെ പിരിഞ്ഞിരിക്കുന്ന വേദന അവൾ ഉള്ളിലൊതുക്കി. ആ ഒരു നിമിഷത്തിൽ ഫായിക്കിനോട് അവളുടെ ഉള്ളിൽ പ്രണയമുണ്ടെന്ന് വ്യക്തമാവുന്നുണ്ടായിരുന്നു. പക്ഷേ ഫായിക്കിനുള്ളിൽ അത്തരത്തിലെന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. അധികം വൈകാതെ ഫായിക്ക് പോകുന്ന ദിവസം എത്തി. നിയാല ദുഃഖിതയാണ്. അത് കണ്ടതും ഫായിക്ക് അവളോട് പറഞ്ഞു, നീ ഇങ്ങനെ ദുഃഖിച്ചു നിന്ന
എന്റെ കാല് ഇവിടുന്ന് അനങ്ങ പോലുമില്ല, അവളെ കളിയാക്കാതടാ എന്ന് മട്ടിൽ അവന്റെ ഉമ്മി പറഞ്ഞപ്പോ അവൻ അവളുടെ കയ്യിലേക്ക് പഴയതുപോലെ കുറച്ച് നാണയമിഠായികൾ നൽകി. അത് കണ്ടതും നിയാലയുടെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു. വൈകാതെ യാത്ര പറഞ്ഞ ഫായിക്ക് കൈറോയിലേക്ക് പോയി. നിയാല ഫായിക്കിനെ നന്നായി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും വാട്സപ്പ് ചാറ്റുകളിലൂടെ അവർ സംസാരം തുടർന്നു. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം നിയാലയെന്ന് തന്റെ ഗ്രാമത്തിലേക്ക് പിതാവിനെ കാണാൻ വേണ്ടി മടങ്ങിയെത്തുകയാണ്. ആ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായി ഡോക്ടറാവാൻ പോകുന്നത് അവളായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾക്ക് അവളോട് വലിയ മതിപ്പുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ PG ചെയ്യുവാൻ വേണ്ടി നിയാല ആഗ്രഹിച്ചിരുന്നു. അക്കാര്യം പറയുവാൻ അവൾ കുറച്ചു കഴിഞ്ഞ് പിതാവിന്റെ അടുത്തെത്തി. അവൾ പക്ഷെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സഹോദരൻ ഹെർമൻ ഇടപെട്ടു. അവളോടുള്ള കാര്യം പറയാൻ വേണ്ടി അവൻ കാർക്കശ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. നിയാലയ്ക്ക് മനസ്സിലായില്ല. നിയാല ചോദിച്ചപ്പോഴും പിതാവ് അവൾ ഡോക്ടറാവാൻ പോകുന്ന കാര്യം ഗ്രാമം മൊത്തം പരന്നിട്ടുണ്ട് എന്ന മട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞു വരാൻ തുടങ്ങി. പക്ഷേ ഹെർമാൻ ഇടപെട്ടു. ഒറ്റ ശ്വാസത്തിൽ അവനുള്ള കാര്യം പറഞ്ഞു. നിനക്ക് നമ്മുടെ കുടുംബത്തിന് കോസ്മാസിന്റെ അടുക്കലുള്ള കടത്തെപ്പറ്റി അറിയാലോ. അതിപ്പോ 3 ബില്യൺ റുപ്പിയായി മാറിയിട്ടുണ്ട്. അത് തിരിച്ചടിക്കലൊന്നും നടപടിയുള്ള കാര്യമല്ല. അയാളിപ്പോ അയാളുടെ മകനെ നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ച എല്ലാ കടവും എഴുതി തള്ളിയേക്കാമെന്ന പറയുന്നത്. അത് കേട്ടതും നിയാല ഞെട്ടി. കടം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളുടെ പിതാവ് പറഞ്ഞു അമ്മയുടെ ചികിത്സയ്ക്കായി അദ്ദേഹം കുറച്ച് പണം കടമെടുത്തിരുന്നു. പക്ഷെ അത് പെരുകി വന്നു. ഒടുവിൽ കടം വീട്ടാൻ വേണ്ടി കോസ്മോസിന്റെ അടുക്കൽ നിന്ന് ഒരു ബോട്ട് വാടകയ്ക്കെടുത്തു മീൻ പിടിക്കാൻ വേണ്ടി. പക്ഷേ ആ ബോട്ട് മുങ്ങി, അത് നശിച്ചുപോയി. അതോടെ അതിന്റെ ബാധ്യതയും കൂടി ചേർത്താണ് 3 ബില്യൺ റുപ്പയെന്ന ഈ കടം വന്നത്. ഇതെന്താരും എന്നോട് പറയാതിരുന്നത്? അവൾ സങ്കടത്തിൽ പറഞ്ഞു. ഹർമാന് ഒരു കൂസലുമുണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞുകൊണ്ടിരുന്നു, എങ്ങനെ പറയാൻ, നീയല്ലേ ഇവിടുത്തെ ഫേവറേറ്റ് ചൈൽഡ്, കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാപ്പാ. അവൾ അവിടെ കോളേജിൽ പഠിച്ച് തകർത്തോണ്ടിരുന്നപ്പോ നമ്മളിവിടെ കോസ്മസിന്റെ അടുത്ത് കഷ്ടപ്പെടുവായിരുന്നെന്ന്. ഇതില്ലാതെ മറ്റു വഴിയുണ്ടോ എന്ന് അവൾ ചോദിച്ചപ്പോ വാപ്പയ്ക്ക് മറുപടി പറയാൻ പോലും സമയം കൊടുക്കാതെ ഹർമാൻ ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞു. ഒരേ ഒരു വഴിയേ ഉള്ളൂ, നീ അയാളുടെ മകനെ കെട്ടണം, തനിക്ക് സ്പെഷ്യലിസ്റ്റ് ആവാൻ പഠിക്കണം എന്ന മട്ടിൽ അവൾ പറഞ്ഞപ്പോ ഹർമാൻ വീണ്ടും കത്തിക്കയറി. അതെ, നിനക്ക് വീണ്ടും പഠിക്കണം, എന്നിട്ട് നീ ഇവിടുന്ന് പോവും. വാപ്പയെ കാലാകാലം ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കണോ? അവൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ വാപ്പ അവനോട് നിർത്താൻ പറഞ്ഞ് വായടപ്പിച്ചു. നിയാലയാകട്ടെ ആകെ വല്ലാത്തൊരവസ്ഥയിലായി. അന്നവൾ ആകെ ദുഃഖം തോന്നി. പിടിവിട്ടു നിന്ന സമയത്ത് ഫായിക്കിന് മെസ്സേജ് അയച്ച് കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാമെന്നുറച്ചു. പോസ്റ്റ് ഗ്രാജുവേഷന്റെ കാര്യത്തെപ്പറ്റി ഫായിക്കിനോട് പറഞ്ഞപ്പോ ഫായിക്ക് പറഞ്ഞത്, നീ ജർമ്മനിയിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനിരുന്നതല്ലേ, അത് ചെയ്യുന്നില്ലേ എന്ന മട്ടിലായിരുന്നു. തനിക്ക് സാധിക്കില്ലെന്ന മട്ടിൽ അവൾ പറഞ്ഞതും, വിഷമിക്കണ്ട, ചിലപ്പോൾ ഇതായിരിക്കില്ല യഥാർത്ഥ സമയം. ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സമയം വന്നു ചേരും എന്നവന്റെ മറുപടി വന്നു. പിന്നാലെ തന്റെ ഗ്രാജുവേഷൻ ഡേയുടെ അന്ന് അവൻ വരില്ലേ എന്നും അവൾ ചോദിച്ചു. നോക്കട്ടെ, വരാമെന്നായിരുന്നു അവന്റെ മറുപടി. ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞവൾ ആ സംസാരം അവസാനിപ്പിച്ചു. പക്ഷെ പിന്നാലെ ഒന്നുകൂടി അവൾക്ക് ടൈപ്പ് ചെയ്യണമെന്ന് തോന്നിയിരുന്നു. അവളത് ടൈപ്പ് ചെയ്യുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു നിനക്ക് മാത്രമാണ് എന്റെ കാര്യത്തിൽ കുറച്ച് ആകുലതകൾ ഉള്ളതെന്നാണ്. എനിക്ക് ചിലത് പറയണമെന്നുണ്ട്. പക്ഷെ അവൾ അത് അയച്ചില്ല. അതവൾ മായ്ച്ചു കളഞ്ഞു. അങ്ങനെ അധികം വൈകാതെ ഗ്രാജുവേഷൻ ഡേ എത്തി. മികച്ച രീതിയിൽ ഗ്രാജുവേഷൻ നടന്നു. നിയാല ഡോക്ടറായി പ്രതിജ്ഞ ചെയ്തു. കുടുംബത്തിനൊപ്പം അവൾ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സർപ്രൈസായി ഫായിക്കും വന്നെത്തിയത്. അതോടെ അവളുടെ സന്തോഷം മതിന്മടങ്ങായി. അവൾക്കായി അവൻ ഒരു ഷോളും ഗിഫ്റ്റായി കൊണ്ടുവന്നിരുന്നു. അതവൻ അവൾക്ക് സമ്മാനിച്ചു. പക്ഷേ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഫായിക്കിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീടിന് മുന്നിലെത്തിയപ്പോൾ ഹെർമാൻ വിവാഹക്കാര്യത്തെ പറ്റിയും മറ്റും മറുപടി പറയുവാൻ നിയാലയോട് ആവശ്യപ്പെട്ടു. താനതിന് സമ്മതിച്ചില്ലെങ്കിൽ എന്തുപറ്റും എന്നായിരുന്നു അവൾ ചോദിച്ചത്. അങ്ങനാണെങ്കിൽ വാപ്പ ജയിലിൽ പോകും എന്ന മട്ടിൽ ഹെർമാൻ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. ഫായിക്കും ഉമ്മയും അത് കേൾക്കുമോ എന്ന് അവൾക്ക് ഭയമുണ്ടായിരുന്നു. അവൾ വല്ലാത്തൊരവസ്ഥയിൽ തരിച്ചു നിന്നു തുടങ്ങി. തൽക്കാലം ഇവിടെ വെച്ച സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞ വാപ്പ ആ സംസാരം അവിടെ തീർത്തു. അന്ന് പ്രാർത്ഥനാ സമയത്ത് തന്റെ വിഷമങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തോട് അവൾ പ്രാർത്ഥിച്ച് പൊട്ടിക്കരഞ്ഞു. പ്രാർത്ഥിക്കാനെത്തിയ ഫായിക്ക് അത് നോക്കിക്കണ്ടിരുന്നു. എന്താ കാര്യമെന്ന് അവൻ ചോദിച്ചപ്പോ അവളൊന്നും മറുപടി പറഞ്ഞില്ല. ഉടൻ ഫായിക്ക് പറഞ്ഞു, നിനക്കിപ്പോൾ എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണ്ട, പക്ഷേ നീ അത് ദൈവത്തോട് പറഞ്ഞിട്ടില്ലേ? ഉവ്വെന്ന് അവൾ മറുപടി കൊടുത്തു. പിന്നാലെ ഫായിക്ക് പണ്ടുകൊടുത്ത് ആ മുസല്ലയിൽ തഴുകിക്കൊണ്ട് അവൾ പറഞ്ഞു, എന്നും എന്റെ സങ്കടങ്ങൾക്ക് ആശ്വാസം പകരാൻ ഇതിന് സാധിച്ചിട്ടുണ്ട്. അവൾ പോവാൻ തുടങ്ങിയപ്പോ ഫായിക്ക് ഒരു കാര്യം കൂടി അവളോട് പറഞ്ഞു, നിന്റെ മനസ്സിൽ എന്ത് വിഷമമുണ്ടെങ്കിലും അതിനുള്ള പരിഹാരം അറിയുന്നവൻ ദൈവമാണ്. അവൻ നിനക്ക് വേണ്ട ഉചിതമായ തീരുമാനമെടുക്കും. അടുത്ത ദിവസം വീട്ടിൽ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിന്ന് 2 ഗസ്റ്റ് കൂടിയുണ്ടെന്ന്
ഫായിക്കിന്റെ ഉമ്മ പറഞ്ഞു. കൃത്യസമയത്താണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. വാതിൽ തുറക്കാൻ ഫായിക്കിന്റെ ഉമ്മ പറഞ്ഞയച്ചത് നിയാലയായിരുന്നു. നിയാല വാതിൽ തുറന്നപ്പോ ഒരു ഉമ്മയും മകളും വാതിലിന് മുന്നിൽ നിൽക്കുന്നു. അവൾക്കവരെ മനസ്സിലായില്ല. പെട്ടെന്ന് ഫായിക്ക് അങ്ങോട്ടേക്ക് വന്നു. വീട്ടിലേക്ക് അവരെ സ്വാഗതം ചെയ്തു. പിന്നാലെ നിയാലക്കും അവരെ പരിചയപ്പെടുത്തി. ദിയ എന്ന പെൺകുട്ടിയും ദിയയുടെ ഉമ്മ ലിസ് എന്ന സ്ത്രീയുമാണത്. ദിയയാണ് തന്റെ ഭാവി വധുവാകാൻ പോകുന്നത് എന്ന് ഫായിക്ക് പറഞ്ഞതും നിയാലയുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി. അവൾ ഒരിക്കലും അങ്ങനൊന്ന് പ്രതീക്ഷിച്ചിരുന്നേയില്ല. ഞെട്ടലോടെ നിയാല നിൽക്കുന്നു കണ്ടതും അവൾക്കതുവരെ ഒന്നും അറിയില്ലെന്ന് ഫായിക്കിന് തോന്നി. അപ്പോഴേക്കും ഫായിക്കിന്റെ ഉമ്മയും വന്നിരുന്നു. ഉമ്മയോട് ഫായിക്ക് ചോദിച്ചു, ഉമ്മ ഇതുവരെ നിയാലയോടൊന്നും പറഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചു നീ പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. അതായിരുന്നു ഉമ്മയുടെ മറുപടി. ഉമ്മയല്ലേ പറഞ്ഞത്, ഉമ്മ പറഞ്ഞോളാമെന്ന്. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിരുന്നില്ല. ഫായിക്കും ഉമ്മയും സംസാരം തുടരുമ്പോ നിയാല വല്ലാത്തൊരു മനോവിഷമത്തിൽ നിൽക്കുകയായിരുന്നു. പിന്നാലെ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. ആ സമയം ഫായിക്ക് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. ദിയ ഒരു റിസർച്ച് സ്കോളറാണ്. കൈറോയിൽ വെച്ച് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഇരുവരും പരിചയപ്പെടുന്നത്. അവർ തമ്മിൽ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അറേഞ്ച്ഡ് മാരേജ് രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലവിടെ അരങ്ങേറുന്നത് ഒരു താറൂഫാണ്. ഇസ്ലാമിക രീതിയിലുള്ള ഡേറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതേസമയം മറുവശത്ത് ഗ്രാമത്തിലാകട്ടെ ഗ്രാമത്തലവനും ബോട്ടുടമയും വട്ടിപ്പലിശക്കാരനുമായ കോസ്മോസ് നിയാലയുടെ കുടുംബത്തിന്റെ മേൽ കൂടുതൽ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിവാഹത്തിന്റെ കാര്യം അയാൾ ചോദിച്ചപ്പോ മകളെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് സമയം കൂടി വേണം എന്ന് നിയാലയുടെ വാപ്പ പറഞ്ഞു. ഉടനെ അയാളുടെ മറുപടി വന്നു, പെൺകുട്ടിയെ കൺവിൻസ് ചെയ്യിക്കാനോ? അതിലൊക്കെ എന്ത് കാര്യമുണ്ട്? പെണ്ണെന്ന് പറഞ്ഞാലേ ഒരു ചരക്കാണ്. ദാ ആ കാണുന്ന മീൻ പോലെ. എന്റെ മകൾ അങ്ങനല്ലെന്ന് നിയാലയുടെ പിതാവിന്റെ മറുപടി വന്നു. കോസ്മോസിനെ അത് ദേഷ്യം പിടിപ്പിച്ചു. അയാൾ പറഞ്ഞു, ഓ ഡോക്ടറായേം കൊണ്ട് നിന്റെ മകൾക്ക് വില കൂടുതലാണെന്നാണോ? നിന്റെ മോളെ ഇവിടെ വിൽക്കാൻ വേണ്ടി പ്രദർശിപ്പിച്ച ഒരാളും 50,000 റുപ്യ തന്നുപോലും വാങ്ങില്ല. മര്യാദക്കൊന്ന് ആലോചിച്ചു നോക്കടോ. നിന്റെ മകൾക്ക് കുറച്ച് വിലയുള്ളതും കൊണ്ട് നിനക്കെത്തിരി രക്ഷപ്പെടാം. ഒരു വിലയുമില്ലാത്ത നിന്റെ ഈ തലതെറിച്ച മോനെ പോലല്ലോ അവള്. അതും പറഞ്ഞ് കോസ്മോസ് അവിടെ നിന്ന് നടന്നുപോയി. തന്നെ അങ്ങനെ പറഞ്ഞതിലും അവമാനിച്ചതിലും ഹെർമാന് വലിയ ദേഷ്യം തന്നെ തോന്നിയിരുന്നു. അന്ന് വൈകുന്നേരം നിയാലയും ഫായിക്കും ഒന്നിച്ച് കുക്ക് ചെയ്യുകയായിരുന്നു. അവർ തമ്മിൽ അപ്പോഴും വലിയ അടുപ്പം പ്രകടമാണ്. നിയാല അന്ന് ഫായിക്കിനോട് ചോദിച്ചു, എന്നോട് എല്ലാം നീ പറയാറുള്ളതല്ലേ, പക്ഷെ എന്താണ് ഈ വിവാഹത്തിന്റെ കാര്യം മാത്രം എന്നെ മറച്ചു വെച്ചത്? ഫായിക്ക് പറഞ്ഞു, അങ്ങനൊന്നുമല്ല, എല്ലാം പെട്ടെന്നാ നടന്നത്. മാതാപിതാക്കള് അവര് കണ്ട് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ അങ്ങ് തീരുമാനിച്ചതാണ്. പിന്നെ വിവാഹത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളെ പറ്റി ആലോചിച്ചപ്പോ ദിയ പറ്റിയൊരു പെണ്ണാണെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാനും നോ പറഞ്ഞില്ല. ആ മറുപടി നിയാലയെ വേദനിപ്പിച്ചെങ്കിലും നിയാല ഒന്നും തന്നെ പറഞ്ഞില്ല. മറുവശത്ത് ഗ്രാമത്തിൽ അന്നൊരു സംഭവം ഉണ്ടായി. കോസ്മോസിനോട് ദേഷ്യം തോന്നിയ ഹെർമാൻ കോസ്മോസിനെ കുത്തിക്കൊല്ലാനായി ചെന്നു. പക്ഷെ കുത്തേറ്റത് അയാളുടെ ഷോൾഡറിലാണ്. ഹെർമാന്റെ മുഖം കോസ്മോസ് കാണുകയും ചെയ്തു. അതോടെ അവൻ ജയിലിലടയ്ക്കപ്പെട്ടു. അടുത്ത ദിവസം ഫായിക്കിന്റെ ഉമ്മയും നിയാലയും കൂടി ഫായിക്കിന്റെ ഉമ്മയുടെ ഒരു സുഹൃത്തായ ഡോക്ടറെ കാണാൻ പോയിരുന്നു. അവരുടെ സൗഹൃദ സംസാരത്തിനിടയിൽ ഫായിക്കിനെ പറ്റിയും അവന്റെ വിവാഹത്തെപ്പറ്റിയും ഉമ്മ സൂചിപ്പിച്ചു. പെട്ടെന്ന് ആ സുഹൃത്ത് നിയാലയാണോ ആ വധു എന്ന മട്ടിൽ ചോദിച്ചിരുന്നു. നിയാലക്കതിൽ സന്തോഷവും ഒപ്പം ദുഃഖവും തോന്നി. പെട്ടെന്ന് ഫായിക്കിന്റെ ഉമ്മ തിരുത്തി, അല്ല, അവര് സഹോദരങ്ങളെപ്പോലല്ലേ, ഞാൻ നിനക്ക് ഇൻവിറ്റേഷൻ അയക്കാം. അവരുടെ സംസാരം തുടരുമ്പോഴാണ് നിയാലക്ക് കോൾ വരുന്നത്. ഹെർമാന്റെ വിവരം നിയാലെ അറിഞ്ഞു. ഏറെ ഞെട്ടിയവൾ വേഗത്തിൽ പുറപ്പെട്ട് ഗ്രാമത്തിലേക്ക് എത്തി. ആകെ പ്രശ്നമാകും എന്ന് നിയാല ചിന്തിച്ചിരിക്കുമ്പോഴാണ് സഹോദരന്റെ മേലുള്ള കേസുകൾ വിഡ്രോ ചെയ്തു എന്നവൾ അറിയുന്നത്. കേസ് കൊടുത്തവർ തന്നെ അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. കോസ്മോസും കുടുംബവും. കോസ്മോസിന്റെ മകൻ റോജറാണ് അത് ചെയ്തതെന്ന് നിയാല വൈകാതെ മനസ്സിലാക്കി. റോജർ എന്ന് നിയാലയോട് നല്ല രീതിയിലായിരുന്നു പെരുമാറിയത്. വളർന്നപ്പോൾ അവനിൽ ഒരുപാട് മാറ്റങ്ങളുള്ളതുപോലെ, അവനൊരു നല്ല മനുഷ്യനായതുപോലെ. എന്റെ പിതാവ് നിങ്ങളെയും കുടുംബത്തെയും ഇങ്ങനെ ദ്രോഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ ദുഃഖമുണ്ടെന്നും അതുകൊണ്ടാണ് ഞാൻ ആ കേസ് ചാർജുകൾ പിൻവലിച്ചത് എന്നും അവൻ പറഞ്ഞു. അവളോട് യാത്ര പറഞ്ഞ് റോജർ പോവുകയും ചെയ്തു. റോജറിനോട് നിയാലക്ക് അതിനു മുമ്പ് മനസ്സിൽ വലിയ വിദ്വേഷമുണ്ടായിരുന്നെങ്കിലും അതോടെ അതൊന്ന് കുറയുന്നുണ്ട്. പിന്നാലെ ആ ഒരു മെസ്സേജ് ഫായിക്കിന്റെ ഉമ്മയെ തേടിയെത്തി. നിയാല റോജറെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. വിവരം ഉമ്മ ഫായിക്കിനോട് പങ്കുവെച്ചു. ഫായിക്ക് അത് കേട്ടതും വല്ലാതെ ഞെട്ടി. നിയാലയെ വിളിച്ചു സംസാരിച്ചു. കടം കാരണമാണ് അവളത് ചെയ്യാൻ പോകുന്നതെന്ന് ഫായിക്കിന് മനസ്സിലായിരുന്നു. നീ എന്റെ കുടുംബമാണെന്നും അങ്ങനെ നിന്നെ കൈയൊഴിയാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യാമെന്നും ഫായിക്ക് പറഞ്ഞെങ്കിലും എനിക്കെന്റെ പിതാവിന് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ, എന്റെ മുന്നിൽ മറ്റു വഴികളില്ല എന്നായിരുന്നു വേദനയോടെ നിയാല പറഞ്ഞത്. നിയാല റോജറെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വിവരം ഫായിക്കിന്റെ ഉമ്മയെ മാനസികമായി വല്ലാതെ ബാധിച്ചു. അവർ പ്രാർത്ഥനാ സമയത്ത് കുഴഞ്ഞു വീണു. മറുവശത്ത് റോജർ ആകട്ടെ നിയാലയുടെ അടുത്ത് സംസാരിക്കാനെത്തി. അവൻ അവളോട് മനസ്സ് തുറന്നു. എനിക്കറിയാം നിയാല, ഞാനൊരു മോശം മനുഷ്യനായിരുന്നു. പക്ഷേ എന്റെയുള്ളിൽ നിന്നോടെപ്പോഴും ഫീലിംഗ്സ്
ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു, കഷ്ടപ്പെട്ടു. ഞാൻ മറ്റൊരു മനുഷ്യനായി മാറി, ഒരു നല്ല മനുഷ്യൻ. നിനക്കെന്നെ ഇഷ്ടമല്ലെന്നറിയാം, നിന്റെ ഫ്രസ്ട്രേഷനും എനിക്ക് മനസ്സിലാകും. പക്ഷേ നിനക്ക് സാധിക്കുമെങ്കിൽ നീ എനിക്കൊരു അവസരം തരണം, ഒരു താറൂഫിന്. എന്നിട്ടും നിനക്കെന്നോട് ഇഷ്ടം തോന്നുന്നില്ലെങ്കിൽ ഞാൻ എന്റെ പിതാവിനോട് പറയാം, ഈ വിവാഹം നമുക്ക് കോൾ ഓഫ് ചെയ്യാം. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നിയാല ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയത് ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ എനിക്കൊരു അവസരമെങ്കിലും കിട്ടുമല്ലോ. ഫായിക്കിന്റെ ഉമ്മ ആശുപത്രിയിലായിരുന്നു. ഫായിക്കും ദേഹിയും അതിനെപ്പറ്റി സംസാരിച്ചു. നിയാലയെപ്പറ്റി ഓർത്തായിരിക്കും ഉമ്മ വല്ലാതായത്. അതേയെന്ന് ഫായിക്ക് പറഞ്ഞു. നിയാലക്ക് നല്ലത് വരട്ടെ എന്നവർ ഇരുവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഫായിക്കിന്റെ മുഖത്ത് നിയാലയുടെ കാര്യത്തിലുള്ള വേദനയും പരിഭ്രമവും പ്രകടമായിരുന്നു. അടുത്ത ദിവസം റോജറിന്റെ മനസ്സ് തുറന്നുള്ള സംസാരം കാരണം അവനൊപ്പം കുറച്ചു സമയം ചിലവഴിക്കാൻ നിയാല തീരുമാനിച്ചു. ഗ്രാമത്തിലെ ഹോസ്പിറ്റലിലും മറ്റും സാരമായ മാറ്റങ്ങൾ റോജർ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതിന് സാക്ഷിയാവാൻ നിയാലക്ക് കഴിഞ്ഞു. അന്ന് റോജർ നിയാലയോട് ചോദിച്ചു, കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചതുപോലെ നീ ഒരു ഡോക്ടറായി, എന്താണ് ഡോക്ടറാവാനുള്ള നിന്റെ ഒരു ചേതോ വികാരം? നിയാല പറഞ്ഞു, ചെറുപ്പത്തിൽ എന്റെ ഉമ്മ ചികിത്സ കിട്ടാതെ മരിച്ചു. അതുകൊണ്ട് ഉമ്മയെ ചികിത്സിക്കാൻ ഒരു ഡോക്ടറാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോ ഗ്രാമത്തിലെ ആരും തന്നെ ചികിത്സ കിട്ടാതെ വിഷമിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നാലെ തനിക്കറിയാവുന്ന വിവരങ്ങൾ വെച്ച് നിയാല തിരക്കി. റോജർ, നീ മെൽബണിൽ പഠിക്കാൻ പോയിരുന്നില്ലേ? പിന്നെന്താ പഠനം പാതി വഴിക്കിട്ട് പോകുന്നത്? നിനക്കറിയാലോ, നമ്മുടെ ഗ്രാമത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ മറ്റൊരിടത്തായിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ കൊണ്ടല്ലേ അത് സാധിക്കുള്ളൂ. അത് ശരിയാണ്. ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതാദ്യം സ്വന്തം ഗ്രാമത്തിനു വേണ്ടിയാകണം. നിയാല മറുപടി പറഞ്ഞു. റോജറിന്റെ നല്ല പെരുമാറ്റത്തിലും മറ്റും നിയാലയ്ക്ക് ചെറിയൊരു സന്തോഷം തോന്നാതിരുന്നില്ല. ഇതേസമയം മറുവശത്ത് ഫായിക്കും ദിയയും വിവാഹ ചടങ്ങുകളുടെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ നിയാലയുടെ കാര്യമോർത്ത് ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ ഫായിക്കിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്റെ ഈ പെരുമാറ്റവും മാറ്റങ്ങളും ദിയയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദിയ ഒരു ഘട്ടത്തിൽ ഫായിക്കിനോട് അതിനെപ്പറ്റി ചോദിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾ നിയാലയോട് കാണിക്കുന്ന ഈ ഒരു കരുതലുണ്ടല്ലോ, അത് വെറും ഒരു സഹോദരി സഹോദരൻ ബന്ധത്തിനും അപ്പുറമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫായിക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഈ കാണിക്കുന്ന കൺസേൺ ഒരു സ്ത്രീയെ പ്രണയിക്കുന്ന പുരുഷന്റേതാണ്. ഓ, അങ്ങനൊന്നുമില്ല. ഞാൻ ഒരിക്കലും അവളെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. ഞാൻ ആദ്യമായി ഒരു പെണ്ണുമായി സീരിയസ് റിലേഷനിലായിട്ടുണ്ടെങ്കിൽ അത് നീയുമായിട്ട് മാത്രമാണ്. എല്ലാത്തിലും ഉപരിയായി നമ്മൾ നമ്മുടെ വിവാഹ പ്ലാനിങ്ങുമായി മുമ്പോട്ട് പോവുകയല്ലേ. ഇതിനിടയിൽ നിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ വിഷമിപ്പിക്കുന്നതോ അസൂയ ഉണ്ടാക്കുന്നതോ ആയ എന്തെങ്കിലും പ്രവർത്തനം എന്റെ പക്കൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ ബന്ധത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത് എന്നെനിക്കുണ്ട്. ഫായിക്ക് അത് പറഞ്ഞതും പുഞ്ചിരിയോടെ ദിയ ഓക്കെ പറഞ്ഞു. അടുത്ത ദിവസമായിരുന്നു അത് നടന്നത്. ഗ്രാമത്തിലെ ഹെൽത്ത് സെന്ററിൽ ഡെങ്കുവിനെതിരെയുള്ള ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു നിയാല. ആ സമയം അങ്ങോട്ടേക്ക് റോജർ വന്നു. റോജർ അവിടെ വെച്ച് ഒരു പ്രസന്റേഷനൊക്കെ തയ്യാറാക്കി അവർക്ക് മികച്ച ഭാവി ജീവിതമുണ്ടാകും എന്ന ആ പ്രസന്റേഷനിലൂടെ കാണിച്ച് നിയാല ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവൾ വലിയ ഡോക്ടറാകും, അവളുടെ പേരിൽ തങ്ങളുടെ ഒരു ആശുപത്രി സ്ഥാപിക്കും എന്ന സൂചനകൾ അടക്കം നൽകി റോജർ അവളെ പ്രപ്പോസ് ചെയ്തു. നിയാലയ്ക്ക് ആ പ്രപ്പോസൽ രീതിയും അവന്റെ മാറ്റങ്ങളും എല്ലാം ഇഷ്ടമായെങ്കിലും തൽക്കാലം അത് സ്വീകരിക്കാൻ തനിക്ക് മടിയുണ്ടെന്ന് അവൾ പറഞ്ഞു. പക്ഷേ അവൻ തന്നെ പ്രണയിക്കുന്ന രീതി കാണുമ്പോൾ അതിലൊരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. റോജറിന് അത് വലിയ സന്തോഷം നൽകുന്നുണ്ടായിരുന്നു. പിന്നാലെ തങ്ങളുടെ വിവാഹ കാര്യത്തിനായി റിലീജിയസ് അഫയേഴ്സ് ഓഫീസിലേക്ക് ദിയയും ഫായിക്കും ചെന്നു. പക്ഷേ അവിടെ ഫോം പൂരിപ്പിക്കുന്ന സമയത്ത് ഫായിക്ക് ദിയയുടെ പേപ്പറിൽ അറിയാതെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയത് നിയാലയുടേതായിരുന്നു. ദിയ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് നിയാലയും പിതാവും അന്നിരുന്ന് സംസാരിക്കുകയാണ്. റോജറെ പറ്റി പിതാവ് അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, അവനിപ്പോ പഴയ പോലൊന്നുമല്ല, വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്, നല്ല മെച്ചൂറൊക്കെ ആയിട്ടുണ്ട്. ആർക്കറിയാം, മനുഷ്യന്മാര് ശരിക്കും മാറുമായിരിക്കും. ചിലപ്പോ ഈ മുതിർന്നപ്പോ അവനിൽ മാറ്റങ്ങൾ വന്നതാവാം. അപ്പോ വിവാഹ നിശ്ചയത്തിന് നിനക്ക് സമ്മതമാണെന്നാണോ? അത് കേട്ടതും പെട്ടെന്ന് നിയാലയുടെ മുഖം വല്ലാതായി. അവളുടെ ഉള്ളിൽ ഫായിക്കിനോടപ്പോഴും ഇഷ്ടമുണ്ടല്ലോ. എങ്കിലും അവൾ മറുപടി പറഞ്ഞു, ദൈവം അത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് സമ്മതമാണ്. അങ്ങനാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുപോയി ഫായിക്കിന്റെയും ഉമ്മയുടെയും അനുഗ്രഹം തേടണം, അവളുടെ പിതാവ് പറഞ്ഞു. പിന്നാലെ അടുത്ത ദിവസം റോജറും നിയാലയും ഒന്നിച്ച് ജക്കാർത്തയിൽ ഫായിക്കിന്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് ദിയയും ഉണ്ടായിരുന്നു. അവർ ഇരുവരെയും സ്വാഗതം ചെയ്തു. പക്ഷേ ദിയക്ക് റോജറെ കണ്ടപ്പോ മുമ്പ് എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ തോന്നിയിരുന്നു. അതിനെപ്പറ്റി അവൾ ഫായിക്കിനോട് പറയുകയും ചെയ്തു. അവരൊന്നിച്ചെന്ന് ഭക്ഷണം കഴിച്ചു. വരുന്ന ശനിയാഴ്ചയാണ് നിശ്ചയം വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് നിയാല അവരെ ക്ഷണിച്ചു. ഫായിക്കൊന്ന് വല്ലാതാവുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ വീട്ടിലുള്ള തന്റെ വസ്തുക്കൾ പാക്ക് ചെയ്യുമ്പോൾ നിയാല ഫായിക്കും ഒന്നിച്ചുള്ള രസകരമായ നിമിഷങ്ങളും അവൻ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റുകളും എല്ലാം ഒന്നുകൂടി നോക്കി. വല്ലാത്തൊരു വേദന അവളുടെ ഉള്ളിൽ നിറഞ്ഞു. അവൾ അത്രമേൽ ഫായിക്കിനെ പ്രണയിച്ചിരുന്നു. പക്ഷെ ഒരിക്കലും
എങ്കിലും അവൾക്കത് തുറന്നു പറയാൻ സാധിച്ചില്ല. പിറ്റേന്ന് യാത്ര പറയുമ്പോൾ താൻ അവൾക്ക് ഗിഫ്റ്റായി കൊടുത്ത സ്കാർഫ് ഫായ്ക്ക് തന്നെ കൊണ്ടുവന്ന് അവളുടെ കഴുത്തിൽ ചുറ്റി. അവരുടെ സംസാരവും ഇടപെടലും അത്രമേൽ സ്നേഹത്തോടെയായിരുന്നു. റോജറും ദിയയും അത് നോക്കിക്കാണുന്നുണ്ട്. അന്ന് തിരിച്ചുള്ള യാത്രയിൽ നിയാലയുടെയും ഫായ്ക്കിന്റെയും പെരുമാറ്റം സാധാരണ രീതിയിലല്ല എന്ന് പറഞ്ഞ് റോജർ സംസാരിച്ചു. അങ്ങനൊന്നുമില്ലെന്ന മട്ടിൽ നിയാല പറഞ്ഞതും ഫായ്ക്കിനത് ഇഷ്ടപ്പെട്ടില്ല. ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്ന് പറഞ്ഞ് വല്ലാതെ അവൻ അവളോട് ഷൗട്ട് ചെയ്തു. അത് നിയാലക്ക് വല്ലാത്തൊരു ഷോക്കായി മാറിയിരുന്നു. പിന്നീട് ഫായ്ക്ക് അവളോട് ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിലും നിയാലക്ക് പെട്ടെന്നുണ്ടായ റോജറിന്റെ ആ സ്വഭാവമാറ്റം ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയിൽ വളരെയധികം ടെൻഷനിൽ ദിയ ഫായ്ക്കിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അവളൊരു പ്രധാനപ്പെട്ട വിവരം അറിഞ്ഞിരുന്നു. റോജറിനെ നേരത്തെ കണ്ടുപരിചയമുണ്ട് എന്നവൾ പറഞ്ഞിരുന്നല്ലോ. അതിനു പിന്നിൽ ഒരു കാര്യമുണ്ടായിരുന്നു. റോജറും ദിയയും പഠിച്ചത് ഒരേ മെൽബൺ യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ വെച്ച് റോജറിന് മേലൊരു ക്രിമിനൽ കേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ബലാത്സംഗ കേസ്. അവിടെ ഒരു പെൺകുട്ടിയുമായി അവൻ ബന്ധത്തിലായിരുന്നു. കേസ് വന്നപ്പോ അവൻ നാട്ടിലേക്ക് മുങ്ങിയതാണ്. ഫോട്ടോ അടക്കം ദിയ അത് ഫായ്ക്കിനെ കാണിച്ചു. ഫായ്ക്ക് ഞെട്ടലോടെ അതിലേക്ക് നോക്കി. മറുവശത്ത് നിയാല വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. റോജറുമായി വഴക്കിട്ടാണ് അവൾ വീട്ടിലേക്ക് കയറിയത്. പക്ഷെ അവളുടെ സഹോദരൻ ഹെർമാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുടുംബത്തിനു വേണ്ടി നിയാല ചെയ്യാൻ പോകുന്ന ത്യാഗത്തിന്റെ പേരിൽ അവൾ അവനോട് നന്ദി പറഞ്ഞു. ജനിച്ചപ്പോൾ മുതൽ അവൾക്കാണ് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിരുന്നതെന്നും തനിക്കൊന്നും കിട്ടിയിട്ടില്ലെന്നും അതുകൊണ്ടാണ് താൻ അവളോട് ദേഷ്യത്തോടെ പെരുമാറിയതെന്നും തന്നോട് ക്ഷമിക്കണമെന്നും അവൻ പറഞ്ഞു. നിയാലയുടെ മനസ്സലിഞ്ഞു. വിവാഹ നിശ്ചയത്തിന് അവൾ തയ്യാറെടുത്തു. അങ്ങനെ വിവാഹ നിശ്ചയത്തിന്റെ ദിവസം എത്തി. എല്ലാവരും അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്നു. അവിടെ എത്തിയ ദിയയും ഫായ്ക്കും കൂടി നിയാലയെ വിളിച്ച് മാറ്റി നിർത്തി റോജറിനെ പറ്റി തങ്ങളറിഞ്ഞ ആ വിവരത്തെപ്പറ്റി പറഞ്ഞു. ഷെറിൻ എന്ന പെൺകുട്ടി റോജറാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റോജറിൽ നിന്നവൾ ഗർഭിണിയായി. അതിൽ ഒരു കുട്ടിയുമുണ്ട്. അത് സത്യമാണോന്നറിയാൻ ദിയയും ഫായ്ക്കും ഷെറിനെ കാണാൻ പോയിരുന്നു. നേരിട്ട് തന്നെ അതെല്ലാം സത്യമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. വിവരങ്ങൾ അവരിൽ നിന്ന് നിയാല അറിഞ്ഞതും നിയാലാകെ ഞെട്ടിത്തെറിച്ചുപോയി. അവൾ ആകെ തകർന്നു. പക്ഷെ അവൾക്ക് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. തന്റെ പിതാവിന്റെ അവസ്ഥ അവൾ മുന്നിൽ കണ്ടിട്ടുള്ളതാണ്. അവരെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. എങ്ങനെങ്കിലും താനിതിനോട് താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കുകയാണ് എന്നത്രമേൽ വേദനയോടെ പറഞ്ഞവൾ ആ വിവാഹ നിശ്ചയത്തിനു വേണ്ടി മനസ്സിലാ മനസ്സോടെ അങ്ങോട്ടേക്ക് ചെന്നു. ഫായ്ക്കിനോടും ദിയയോടും ഒരു പ്രശ്നമുണ്ടാക്കരുത് എന്നും പറഞ്ഞു. അവളുടെ നിസ്സഹായാവസ്ഥ അവിടെ പ്രകടമായിരുന്നു. വൈകാതെ വിവാഹ നിശ്ചയ ചടങ്ങുകൾ അരങ്ങേറി. ഫായ്ക്ക് വല്ലാതെ ദുഃഖിതനായിരുന്നു. ഗ്രാമത്തലവനായ കോസ്മസ് ആണ് മുന്നിട്ട് വന്ന് വിവാഹത്തിന് സമ്മതമാണോ എന്ന് നിയാലയോട് ചോദിച്ചത്. സമ്മതമാണെന്ന് നിയാലയെ അറിയിച്ചതും എൻഗേജ്മെന്റായി മോതിരം കൈമാറ്റം നടന്നു. പിന്നാലെ കോസ്മസ് ഒരു അനൗൺസ്മെന്റ് നടത്തി. വരാനിരിക്കുന്ന ഗ്രാമത്തലവൻ തിരഞ്ഞെടുപ്പിൽ തന്റെ മകൻ മത്സരിക്കുമെന്ന്. അത് പറയുമ്പോൾ കോസ്മസിൽ വലിയ ആവേശമുണ്ടായിരുന്നു. കൂട്ടത്തിൽ റോജറിലും. നിയാല അത് നോക്കിക്കണ്ടു. പിന്നീട് റോജറെ മാറ്റി നിർത്തി നിയാല അവനോട് സംസാരിച്ചു. നീ എന്നെ പ്രണയിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്നിൽ നിന്ന് എന്തിനാണ് രഹസ്യങ്ങൾ മറച്ചുവെച്ചത് എന്നവൾ ചോദിച്ചു. എൻഗേജ്മെന്റ് നടന്നതിനേക്കാൾ വലിയ ആവേശമായിരുന്നല്ലോ നീ ഗ്രാമത്തലവനായി മത്സരിക്കുന്നു എന്ന് നിന്റെ അച്ഛൻ പ്രഖ്യാപിച്ചപ്പോൾ നിനക്കുണ്ടായത് എന്ന മട്ടിൽ അവൾ ചോദിച്ചു. പിന്നാലെ ഷെറിനെ പറ്റിയുള്ള കാര്യവും എടുത്തിട്ടു. റോജർ ആകെയൊന്ന് പതറിയിരുന്നു. പക്ഷേ അവൻ നല്ല വെള്ളച്ചമന് അവളോട് സംസാരിച്ചു. എനിക്കൊരു പഴയ മോശക്കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ കാലമാണ്. ഞാൻ ആദ്യം നോക്കി ഒരുപാട് മാറിയെന്ന് നിനക്കറിയാമല്ലോ. നീ അതുകൊണ്ട് വീണ്ടും എന്റെ മുമ്പിൽ വരരുത്. എന്റെ ആ കഴിഞ്ഞ ദുഷിച്ച കാലം ഒരിക്കലും ഇനി എന്നെ തേടി വരില്ല. പിന്നെ ഞാൻ ഗ്രാമത്തലവനായാലും ഇല്ലെങ്കിലും നിന്നോടുള്ള എന്റെ വികാരങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. ഞാൻ നിന്നെ പ്രണയിക്കുക തന്നെ ചെയ്യും. എനിക്ക് ഷെറിനിൽ ഒരു കുഞ്ഞുണ്ടായി എന്നത് സത്യമാണ്. പക്ഷേ ഞാൻ അവളെ പീഡിപ്പിച്ചിട്ടില്ല, ബലാത്സംഗം ചെയ്തിട്ടില്ല. എന്റെ മോശം പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യമാണത്. അതിന്റെ കുറ്റബോധവുമായാണ് ഞാൻ നടക്കുന്നത് എന്ന് നിനക്ക് തോന്നുന്നില്ലേ? എന്റെ ജീവിതത്തിലെ ഒരു മോശം അധ്യായമാണത്. ആ ബുക്കെ ഞാൻ അടച്ചു കഴിഞ്ഞു. എനിക്കും ദൈവത്തിനും മാത്രമേ അതിന്റെയൊക്കെ സത്യാവസ്ഥകൾ അറിയൂ. വളരെയധികം ഇമോഷണൽ ആയിട്ടായിരുന്നു അവൻ അത് പറഞ്ഞത്. പിന്നാലെ അവൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ടും നിന്റെ മനസ്സ് മാറുന്നില്ലെങ്കിൽ, എന്നെ ഇപ്പോഴും നിനക്ക് സംശയമാണെങ്കിൽ ദൈവത്തിന് മാത്രമേ നിന്നെ സഹായിക്കാൻ സാധിക്കൂ. അതും പറഞ്ഞ് അവൻ അവിടുന്ന് നടന്നു. നിയാല കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നു. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ഇതെല്ലാം റോജറിന്റെ അഭിനയമാണ്. നിയാലയെ തന്റെ ഭാര്യയാക്കുവാൻ വേണ്ടി റോജറും അവന്റെ പിതാവ് കോസ്മസും ചേർന്ന് പ്ലാൻ ചെയ്തത്. ഗ്രാമത്തലവൻ പോസ്റ്റിലേക്ക് റോജറെ എത്തിക്കാൻ കോസ്മസ് പദ്ധതിയിട്ടിരുന്നു. അതിനുവേണ്ടിയാണ് അവർ അവിടുത്തെ പള്ളിയും ആശുപത്രിയും അടക്കം പുതുക്കി
നോക്കി പണിതത്. ഗ്രാമത്തിലെ ഒരേ ഒരു ഡോക്ടറായ നിയാലയെ റോജർ വിവാഹം കഴിച്ചാൽ അതിന്റെ പേരിൽ അവനൊരു പോപ്പുലാരിറ്റി കിട്ടും, ഗ്രാമത്തലവനാവാൻ അത് ഉപകരിക്കും. ഇതെല്ലാമായിരുന്നു അവരുടെ പദ്ധതി. അവർ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ അവരുടെ കാര്യസ്ഥൻ ദദാങ്ങും ഉണ്ടായിരുന്നു. അയാൾ ഒക്കെ കേട്ട് നിശബ്ദനായിരുന്നതേയുള്ളൂ. വിവാഹം കഴിഞ്ഞാൽ നിയാലയെ നിയന്ത്രിക്കാൻ തനിക്കറിയാം എന്ന് വല്ലാത്തൊരു ഭാവത്തിൽ റോജർ പറയുന്നുമുണ്ടായിരുന്നു. നിയാല ഒരു ദൈവവിശ്വാസിയാണെന്നും അതുകൊണ്ട് ദൈവത്തിന്റെ പേരിൽ എന്തെങ്കിലും ഭർത്താവ് എന്ന രീതിയിൽ താൻ ആവശ്യപ്പെട്ടാൽ അവൾക്കൊന്നും നിഷേധിക്കാൻ പറ്റില്ല എന്നുമായിരുന്നു അവൻ പറഞ്ഞത്. അത് കേട്ട് കോസ്മോസ് വല്ലാതെ ചിരിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് ഫായിക്കാകട്ടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പെട്ടു. നിയാലയുടെ അവസ്ഥയോർത്ത് അവൻ വല്ലാത്ത ദുഃഖം തോന്നി. അവനാകെ കൺഫ്യൂസ്ഡായി മാറുന്നുണ്ടായിരുന്നു. അവൻ അതിനെപ്പറ്റി ഒരു ഉസ്താദിനെ കണ്ട് ചോദിച്ചു. വിവാഹത്തിന്റെ കാര്യവുമായി താൻ മുമ്പോട്ട് പോകുന്നുണ്ടെന്നും പക്ഷെ തന്റെ കാര്യങ്ങളിൽ സംശയം തോന്നുന്നുവെന്നും അത് ഭാവിയിൽ ആരുടെയെങ്കിലും ഹൃദയത്തെ വേദനിപ്പിക്കുമോ എന്നെനിക്ക് ഭയമുണ്ടെന്നും അവൻ പറഞ്ഞു. ഉസ്താദ് അവനെ സമാധാനിപ്പിച്ചു, ഇസ്ലാമിക രീതികൾ വിവരിച്ചു. പിന്നാലെ ഉസ്താദ് ഒരു ഉപദേശം നൽകി. നിന്റെ മനസ്സിൽ എന്തിനു സംശയം തോന്നുന്നു അത് ഉപേക്ഷിച്ചേക്കുക. സംശയമില്ലാത്തതെന്താണോ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. നിന്റെ ഹൃദയം ഒരിക്കലും നിന്നെ ചതിക്കില്ല. ഏറ്റവും നല്ലതെന്താണെന്ന് അതിന് കൃത്യമായിട്ടറിയാം. ഫായിക്കിന് അപ്പോഴും ഉറച്ചൊരു തീരുമാനത്തിലെത്താൻ പറ്റിയിരുന്നില്ല. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, പ്രണയം കൊണ്ടെന്നെ അനുഗ്രഹിച്ചതിന് നന്ദി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശക്തമായ ആ വികാരം കൊണ്ട് എന്റെ പ്രണയം അർഹിക്കുന്ന യഥാർത്ഥ വ്യക്തിക്ക് തന്നെ അത് എത്തിച്ചേരാൻ വേണ്ടി നീ എനിക്ക് യഥാർത്ഥ മാർഗം കാണിച്ചു തരണമേ. നിന്നിലൂടെയാണ് ഈ പ്രണയം എന്നിലേക്കെത്തിയത്. എനിക്ക് നീ വഴികാട്ടണമേ. ഇതേ സമയം തന്നെ മറുവശത്ത് നിയാലയും ദിയയും അവരുടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. നിയാല പ്രാർത്ഥിച്ചത് തന്റെ ഉള്ളിലെ വികാരങ്ങൾക്ക് നേർവഴി കാട്ടാനും ഇനി താൻ മറ്റൊരാളുമായി പ്രണയത്തിലാകണമെങ്കിൽ അതിനുള്ള കരുത്തു പകരാനുമായിരുന്നു. ദിയയാകട്ടെ തന്റെ തിരഞ്ഞെടുപ്പ് ശരിയാണെങ്കിൽ അതിന് നേർവഴി കാട്ടാനും ഇല്ലെങ്കിൽ അത് തിരുത്താനുള്ള അവസരം തന്റെ മുന്നിലേക്ക് എത്തിക്കാനും വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനകളിൽ ദൈവം ഉത്തരം നൽകുമോ? അന്ന് രാത്രിയിൽ മറ്റൊന്നുണ്ടായി. കോസ്മോസിന്റെ കാര്യസ്ഥനായ ദദാങ്ങിന്റെ മകന് തീരെ സുഖമില്ലാതെ നിയാലയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. നിയാല പരിശോധിച്ചപ്പോൾ ഡെങ്കുവിന്റെ ലക്ഷണങ്ങളുണ്ട്. എമർജൻസിയായി റിസ്ക് എടുത്ത് നിയാല ആ കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. അതുകൊണ്ട് മാത്രം ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടു. ആ വിവരം അവിടുത്തെ ഡോക്ടർ ദദാങ്ങിനോടും ഭാര്യയോടും പറഞ്ഞു. അവർ നിയാലയ്ക്ക് നന്ദി അറിയിച്ചു. പക്ഷേ ദദാങ്ങിന്റെ ഉള്ളിൽ എന്തോ ഒരു കുറ്റബോധം നിഴലിച്ചിരുന്നു. പിന്നീട് ദദാങ് നിയാലയെ തനിച്ചു വന്നു കണ്ടു. ഒരു കവർ അവൾക്ക് കൊടുത്തു. തനിക്കറിയാവുന്ന ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. കോസ്മോസിന്റെയും റോജറിന്റെയും യഥാർത്ഥ തന്ത്രങ്ങളും ലക്ഷ്യങ്ങളെയും പറ്റിയായിരുന്നു ദദാങ് പറഞ്ഞത്. റോജറുമായുള്ള വിവാഹത്തിന് നിയാലയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ വേണ്ടി യാഥാർത്ഥ്യത്തിൽ നിയാലയുടെ പിതാവിന് കടം കൊടുത്ത ബോട്ട് മുക്കിയതുപോലും കോസ്മോസിന്റെ പ്രവൃത്തിയായിരുന്നു. അതിന്റെ തെളിവുകളും മറ്റും കൃത്യമായി ദദാങ് നിയാലക്ക് കൈമാറി. താനാണിത് അറിയിച്ചതെന്ന് മറ്റാരും അറിയരുത് എന്നും ദദാങ് പറഞ്ഞു. തന്റെ മകന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള പ്രത്യുപകാരമായിട്ടായിരുന്നു ദദാങ് അത് ചെയ്തത്. നിയാല അത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ആകെ തകർന്നുപോയി. എന്തു ചെയ്യുമെന്നറിയാതെ അവൾ വിഷമിച്ചിരുന്നു. ഒടുവിൽ വിഷമങ്ങൾ പറയുവാൻ അവൾ ഫായിക്കിന്റെ ഉമ്മയെ വിളിച്ചു. പക്ഷെ ഫോണെടുത്തത് ഫായിക്കായിരുന്നു. ഫായിക്കിന്റെ ശബ്ദം കേട്ടതും അവൾ പൊട്ടിക്കരഞ്ഞുപോയി. റോജറെ പറ്റി നീ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിക്കണമായിരുന്നു, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫായിക്കിന് അതിൽ നിന്ന് ഏറെക്കുറെ കാര്യങ്ങൾ ഊഹിക്കാമായിരുന്നു. അടുത്ത ദിവസം നിയാല നേരെ റോജറെ കാണാൻ ചെന്നു. എൻഗേജ്മെന്റ് മോതിരം ഊരിക്കൊടുത്ത് തന്റെ കുടുംബത്തോട് അയാൾ ചെയ്തത് എണ്ണി എണ്ണി ചോദിച്ചു. അത്രനാളും ബലാത്സംഗ ശ്രമത്തിന്റെ കാര്യത്തിൽ താൻ പെട്ടുപോയൊരു വ്യക്തിമാണെന്നായിരുന്നു അവൻ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ലെന്നുള്ള കാര്യം താൻ മനസ്സിലാക്കി എന്നവൾ പറഞ്ഞുകൊണ്ട് റോജറോട് ആക്രോശിച്ചു. റോജറെ തല്ലുകയും ചെയ്തു. അതോടെ റോജറിന്റെ നിയന്ത്രണം വിട്ടു. റോജർ ക്രൂരമായി നിയാലയോട് പെരുമാറാൻ തുടങ്ങി. അവളെ വലിച്ച് ആ കെട്ടിടത്തിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നു. പക്ഷേ കൃത്യസമയത്ത് ഫായിക്ക് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഫായിക്കും റോജറും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചു. അങ്ങോട്ടേക്ക് ഹെർമാനും വന്നിരുന്നു. ഏറ്റുമുട്ടലിനും ഫൈറ്റിനും ഒടുവിൽ പരിക്കേറ്റ് റോജർ താഴെ വീണു. നിയാലയെ സംരക്ഷിക്കാൻ ഫായിക്കിനായി. വൈകാതെ പോലീസ് എത്തി. തെളിവുകളടക്കം പോലീസിനടുക്കൽ വിവരങ്ങൾ ധരിപ്പിക്കപ്പെട്ടിരുന്നു. വഞ്ചനാകുറ്റത്തിന്റെ പേരിൽ കോസ്മോസും റോജറും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിതാവ് തന്നെ നിയാലയെ ആശ്വസിപ്പിച്ചു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിയാലയുടെ ജീവിതം കുറച്ച് ശാന്തതയിലേക്ക് കടന്നിരുന്നു. നിയാലയെന്ന് കടൽ നോക്കി ഒരിടത്ത് നിൽക്കുകയായിരുന്നു. ഫായിക്ക് അവളെ അന്വേഷിച്ച് അവിടെ എത്തി. അവരിരുവരും
സംസാരിക്കാൻ തുടങ്ങി. നിയാല ചെറുപ്പത്തിൽ ഫായിക്ക് അവൾക്ക് കൊടുത്ത ആ മുസല്ലയെടുത്ത് തന്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കുട്ടിക്കാലത്ത് നീ എനിക്കിത് തന്നു. അന്നു മുതൽ എന്റെ എല്ലാ വിഷമങ്ങളിലും ആശ്വാസമാകാൻ ഇതെന്റെ കൂടെയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കാനുണ്ട്. നിന്നിൽ നിന്ന് ആഗ്രഹിക്കാൻ കഴിയുന്നതിനും അപ്പുറം ഞാൻ ആഗ്രഹിച്ചു പോയതിന് എന്നെ സംരക്ഷിക്കുന്ന ഒരു സഹോദരനായി ഞാൻ ഒരിക്കലും നിന്നെ കണ്ടില്ല. അതിന് നന്ദിയുള്ളവളായില്ല. എന്റെ ഉള്ളിലെ വികാരങ്ങളെ ഞാൻ വളരാൻ വിട്ടു. എന്നോട് ക്ഷമിക്കണം. അതും പറഞ്ഞവൾ ആ മുസല്ല ഫായിക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. പക്ഷേ ഫായിക്ക് അത് വാങ്ങി തിരിച്ച് അവൾക്കായി തന്നെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുത്ത സമ്മാനങ്ങൾ തിരികെ വാങ്ങാറില്ല. നീ സമാധാനമായിട്ടിരിക്കൂ. ദൈവാനുഗ്രഹം നിനക്കെപ്പോഴും ഉണ്ടാകട്ടെ. അതും പറഞ്ഞ് ഫായിക്ക് അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. ആ ഒരു നിമിഷത്തിൽ ഫായിക്കിനും ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ലായിരുന്നു. ദിയയുടെയും അവന്റെയും വിവാഹം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. വൈകാതെ വിവാഹ ചടങ്ങുകൾ ഉണ്ടാകും. നിയാലയുടെ വോയിസ് ഓവർ തെളിഞ്ഞു കേൾക്കുന്നു. ഞാനൊരു കഥാപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. സ്നേഹത്തിനായി വാശി പിടിക്കുന്ന കുറെ മനുഷ്യരെ കുറിച്ചുള്ള ഒരു കഥ. സ്നേഹത്തിലൂടെയാണ് നീ ഈ ലോകത്ത് വന്നതെങ്കിൽ ഒടുവിൽ നീ ചെന്നെത്തുന്നത് സ്നേഹത്തിന്റെ അനന്തമായൊരു കടലിലായിരിക്കും. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുമ്പോൾ മനുഷ്യർ എങ്ങനെയാണ് സ്വയം മുറിവേൽപ്പിക്കുന്നതെന്ന് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്കിലും ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, സ്നേഹം നിന്റെ വാതിലിൽ വന്നു മുട്ടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും യാദൃച്ഛികതയല്ല. ദൈവം നിനക്കായി അത് കാത്തുവെച്ചതാണ്. ഫായിക്കിന്റെ ഉള്ളിലും വല്ലാത്ത കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നിയാല ഫായിക്കിന്റെ വിവാഹ ചടങ്ങുകളുടെ കൂടെ നിന്നു. ഫായിക്കിന്റെ ഉമ്മയുടെ കൂടെ അവന്റെ വിവാഹ കത്തുകൾ വിതരണം ചെയ്യാൻ വരെ പോയി. ഉമ്മയുടെ സുഹൃത്തായ ഡോക്ടർക്ക് അവർ വിവാഹ കത്തെത്തിച്ചിരുന്നു. അങ്ങനെ വിവാഹത്തിന്റെ ദിവസം എത്തി. വിവാഹ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. നിയാലയുടെ വോയിസ് ഓവർ വീണ്ടും തെളിഞ്ഞു കേൾക്കാം. സ്നേഹം നിന്റെ വാതിലിൽ വന്നുമുട്ടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു യാദൃച്ഛികതയല്ല. ദൈവം നിനക്കായി കാത്തുവെച്ചതാണത്. അതൊരു സത്യസന്ധമായ പ്രണയമായതുകൊണ്ട് തന്നെ ഞാനതെന്റെ ഹൃദയത്തോട് ചേർത്തു വെക്കും. തിരിച്ചു കിട്ടില്ലെന്നറിഞ്ഞാൽ പോലും ഞാനത് എന്റെ ഹൃത്തിനോട് ചേർത്തു വെക്കും. ഒരിക്കലും തളരാതെ പ്രകാശിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെയാണത്. തടസ്സങ്ങൾ ില്ലാതെ വീശിയടിക്കുന്ന ഒരു കാറ്റുപോലെ, കടൽ തേടി ഒഴുകുന്ന പുഴ പോലെ, യാതൊരു മുൻവിധികളുമില്ലാതെ നമ്മുടെ രഹസ്യങ്ങളെല്ലാം കേൾക്കാനും നമ്മെ ചേർത്തു പിടിക്കാനും ആ കടലിനാകും. കാരണം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പുഴകൾക്കും കടലിനുമെല്ലാം ഒന്നറിയാം. സമയമാകുമ്പോൾ നീ ആ അനന്തമായ സമുദ്രത്തിൽ ചെന്നെത്തുമെന്ന്. ആ സമുദ്രത്തിന്റെ പേരാണ് പ്രണയം. വിവാഹ ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി. വിവാഹത്തിനുള്ള വധൂവരന്മാരുടെ അനുവാദം വാങ്ങുന്ന സമയം പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് കയ്യിലൊരു ലെറ്ററുമായി ഫായിക്കിന്റെ ഉമ്മയുടെ സുഹൃത്തായ ഡോക്ടർ കടന്നു വന്നത്. അവർ തൽക്കാലത്തേക്ക് വിവാഹത്തിൽ ഇടപെട്ടു. ഒന്ന് നിർത്തണമെന്നാവശ്യപ്പെട്ടു. പിന്നാലെ ഫായിക്കും ദിയയും അവരുടെ മാതാപിതാക്കളുമായി ഡോക്ടർ ഒരു മേശയ്ക്ക് ചുറ്റിലും ഇരുന്നു. അവരോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ദിയ കുഞ്ഞായിരുന്നപ്പോൾ ഡൊണേറ്റ് ചെയ്യപ്പെട്ട മുലപ്പാലിനു വേണ്ടി ദിയയുടെ ഉമ്മ അവരുടെ ആശുപത്രിയിൽ ചെന്നിരുന്നു. അന്ന് അവിടെ നിന്ന് മുലപ്പാൽ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ മുലപ്പാൽ സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു കോൺട്രാക്ട് രൂപപ്പെടുന്നുണ്ട്. ആ കോൺട്രാക്റ്റ് ആയിരുന്നു ഡോക്ടറുടെ കൈവശം ഉണ്ടായിരുന്നത്. ഡോക്ടർ അത് തുറന്നു. അന്ന് ദിയക്ക് മുലപ്പാൽ കൊടുത്തത് ഫായിക്കിന്റെ ഉമ്മയാണ്. അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന ഏവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണം ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരേ മാതാവിന്റെ മുലപ്പാൽ കുടിക്കുന്നവർ സഹോദരങ്ങളായാണ് കണക്കാക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ ദിയ ഇപ്പോൾ ഫായിക്കിന്റെ സഹോദരിയാണ്. സഹോദരിയെ വിവാഹം കഴിക്കാൻ ഒരിക്കലും ഒരു സഹോദരന് സാധിക്കില്ലല്ലോ. അവരുടെ വിവാഹം അവിടെ വെച്ച് മുടങ്ങി. ദിയ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയി. ഫായിക്കും ഒന്ന് വല്ലാതായിരുന്നു. ദിയക്കടുത്ത് സംസാരിക്കാൻ വേണ്ടി ഫായിക്ക് ചെന്ന് നിന്നു. ദിയ പറഞ്ഞു, നീ എന്നോട് മുമ്പ് പറഞ്ഞു തോർക്കുന്നുണ്ടോ നിന്റെ ആദ്യ പ്രണയം ഞാനാണെന്ന്? പക്ഷെ സത്യത്തിൽ എന്നെ അറിയുന്നതിനും എത്രയോ മുൻപേ നീ നിന്റെ യഥാർത്ഥ പ്രണയത്തെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. നിനക്കിപ്പോൾ അത് മനസ്സിലാവുന്നില്ലേ? ഇനി അധികകാലം നിയാലയോടുള്ള നിന്റെ ഈ സ്നേഹം നിന്റെ ഉള്ളിലൊതുക്കി വെക്കരുത്. നിങ്ങൾ തമ്മിലുള്ള ആ പ്രണയം അത്രമേൽ മനോഹരമായ ഒരു കാവ്യം പോലെ വ്യക്തമാണ്. ദൈവത്തിന്റെ തീരുമാനങ്ങളിൽ വിശ്വസിക്കുക. ശരിയായ സമയത്ത് അവനിങ്ങനെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. അതാണ് നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചത്. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പോകുന്നു. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഫായിക്ക് അവളുടെ വാക്കുകൾ കേട്ടു. കൂടുതൽ നേരം ചിന്തിച്ചു നിന്നു. ഒടുവിൽ ദൈവം കാട്ടുന്ന വഴി അവന് മുന്നിൽ വ്യക്തമാകുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം നിയാല അവളുടെ ഉമ്മയുടെ കബറടത്തിൽ പോയപ്പോൾ ഫായിക്ക് അവിടെ എത്തി. നിയാലയുടെ ഉമ്മയുടെ അടുക്കൽ അനുവാദം വാങ്ങിക്കൊണ്ട് ഫായിക്ക് അവളോട് സംസാരിച്ചു.
നിയാല, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എത്ര കാലമായി ഈ ഇഷ്ടം എന്റെ ഉള്ളിൽ വളരാൻ തുടങ്ങിയിട്ട് എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ ഇതേ സ്ഥലത്ത് വെച്ച് നിന്നെ ഞാൻ ആദ്യമായി ആശ്വസിപ്പിച്ച് അന്ന് തുടങ്ങിയതാകാം. അല്ലെങ്കിൽ ഉപരിപഠനത്തിന് നിന്നെ വിട്ട് ഞാൻ കെയ്റോയിലേക്ക് പോയില്ലേ, ആ നിമിഷം മുതലാകാം. കൃത്യമായി എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കെയ്റോയിലായിരുന്നപ്പോൾ നീ എവിടെങ്കിലും പോയാൽ സുരക്ഷിതമായി നീ തിരികെ വീട്ടിലെത്തിയെന്ന് ഉറപ്പുവരുത്താതെ എനിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നീ അന്നെന്ത് കഴിച്ചുവെന്നറിയാതെ എനിക്ക് ആഹാരം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിന്റെ പഠനം എങ്ങനെ പോകുന്നു എന്നോർത്ത് വ്യാകുലപ്പെടാതെ എനിക്ക് എന്റെ പാഠങ്ങളിൽ ശ്രദ്ധിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടിയുണ്ട്, നിന്റെ വിവാഹം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോ എന്തോ ഞാൻ വല്ലാതെ തകർന്നു പോയിരുന്നു. എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്നെ ദൈവം ഈ കുഞ്ഞു പ്രണയത്തിന്റെ വിത്ത് എന്റെ ഹൃദയത്തിൽ പാകിയിരുന്നു. പക്ഷെ അത് തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകി. നിയാല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഭർത്താവായിരിക്കുവാൻ നീ എന്നെ അനുവദിക്കുമോ? ആ പ്രപ്പോസൽ കേട്ടതും നിയാലയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം പടർന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത്രമേൽ അത് കേൾക്കാൻ അവൾ മുമ്പ് കൊതിച്ചിരുന്നു. അവൾ അവന്റെ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു. അവരിരുവരും സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോയി. നിയാലയുടെ വോയിസ് ഓവർ വീണ്ടും തെളിഞ്ഞു കേട്ടു. കഴിഞ്ഞുപോയ ഈ വർഷങ്ങളിലൂടെ ഞാൻ ഒന്നു പഠിച്ചു. വിധിയെന്നത് നമ്മുടെ ജീവിതത്തിലെ രഹസ്യങ്ങളെ മറച്ചു പിടിച്ചിരിക്കുന്ന വെറുമൊരു തിരശീല മാത്രമാണ്. ദൈവം എനിക്കായി കാത്തുവെച്ചിരിക്കുന്നത് എന്താണെന്ന് മുൻകൂട്ടി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാനും ദൈവനിശ്ചയങ്ങളിൽ വിശ്വസിക്കാനും ഞാൻ പഠിച്ചിരിക്കുന്നു. ഒടുവിൽ വിധി അതിന്റെ വഴി തുറന്നു. ഇപ്പോൾ മാത്രമാണ് ആ വഴിയിലൂടെ എനിക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുന്നത്. ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്, ദൈവത്തിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന്. കാരണം എത്ര ഇരുളടഞ്ഞ പാതയാണെങ്കിലും ഒടുവിൽ അത് ചെന്നെത്തുന്നത് പ്രകാശമുള്ള നാളുകളിലേക്കായിരിക്കും. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു പ്രണയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.